ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ് ബിരിയാണിക്ക് ഉപയോഗിക്കുക. ചെറുതാകുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. എന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഇതൊരു 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയത്ത് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാത്രം അടുപ്പത്ത് വയ്ക്കുക. ചൂടാവുന്ന സമയത്ത് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ 4 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. എന്നിട്ട് പാത്രം അടച്ച് വയ്ക്കുക. ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബിരിയാണി അരി ഇടുക. ഞങ്ങളിപ്പോൾ ചെറിയ അരിൻ്റെ കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. അത് കഴുകിയിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ചെറുനാരങ്ങേൻ്റെ നീരെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ബിരിയാണി ചെമ്പ് അടച്ചു വയ്ക്കുക. ഇനി ഇത് വറ്റി വെന്ത് കിട്ടണം. ഈ സമയം ഇനി ഉള്ളി വഴറ്റിയെടുക്കാം. അതിലേക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ 2 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. ബിരിയാണിയുടെ മുകളിൽ വിതറാൻ വേണ്ടിയിട്ടാണ് ഉള്ളി വറുത്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇത് കോരി മാറ്റിയിട്ട് ഒരു പാത്രത്തിൽ പരത്തി വയ്ക്കണം, ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. ആദ്യം കശുവണ്ടി നെടുകെ പൊളിച്ചിട്ട് വറുത്തെടുക്കുക. കശുവണ്ടി നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഈ സമയത്ത് മുന്തിരി ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഒരു പിടി മുന്തിരിയും കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതും അതേപോലെ കോരി മാറ്റി വയ്ക്കുക. ഈ സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വെള്ളം വറ്റി വെന്തിട്ടുണ്ടാവും. അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അമർത്തി വെക്കുക. അതൊന്ന് ആവി കിടന്ന് വേവാനാണ്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ബിരിയാണി ചെമ്പ് അടച്ചു വയ്ക്കുക. ഇനി നമ്മൾ അണ്ടി മുന്തിരി വറുത്ത ചീനച്ചട്ടിയിൽ എണ്ണയിൽ തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യിടുക. നെയ്യിടുമ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നെയ്യിടുന്നത്. നെയ്യിടാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നെയ്യിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ചെമ്മീനിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ ഒഴിച്ച വെള്ളമല്ല. ആ സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ചെമ്മീൻ വേവും. ആ സമയം വരെ ഇളക്കി വേവിക്കുക. ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ മാറ്റി വയ്ക്കുക. ഇനി മസാല റെഡിയാക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഞങ്ങളിപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ട് ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ചെമ്മീനിലും ഉപ്പുണ്ട്, റൈസിലും ഉപ്പുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഉള്ളിയിൽ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടച്ചു വെച്ച് തക്കാളി വേവിക്കാം. അതായിരിക്കും പെട്ടെന്നാവുക. ഈ സമയത്ത് ഇനി മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ വലിയൊരു തവി തൈര് ഒഴിച്ചു കൊടുക്കുക. മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പാണ് കൂടുതൽ ഇടേണ്ടത്. അതിൻ്റെ പകുതി മതി പുതിന. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതിനകത്തുള്ള മസാലപ്പൊടികളൊക്കെ ഇതിലൊക്കെ ആവാൻ വേണ്ടിയിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് ആ ചട്ടി കഴുകിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മസാല കിടന്നിട്ട് ഒന്നുകൂടെ ചെമ്മീനൊന്ന് വേവണം. ഇനി ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റും. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ
റൈസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ലെയർ ഇട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ മിക്സ് ചെയ്ത മിശ്രിതം കൂടെ ചേർക്കണം. അത് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർക്കുക. അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ ചേർക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ശകലം ഗരം മസാല വിതറുക, കുറച്ച് നെയ്യും കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്ക് ബിരിയാണി ചെമ്പ് അടച്ചു വയ്ക്കാം. ഇനി ഒരു ചെറിയ തീയിൽ ഇത് ദമ്മിട്ട് വെക്കണം. വളരെ ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക. അരമണിക്കൂർ വേവിക്കുക. അത് കഴിയുമ്പോൾ ദം പൊട്ടിക്കാം. ആ സമയത്ത് നല്ല മണമായിരിക്കും. അപ്പോൾ അതേ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റണം. അപ്പോൾ അതേ കിഡിലൻ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സവാളയും എല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. കൂടെ ഒരു മുട്ടയും നാരങ്ങച്ചാറും സലാഡും കൂടെ ഉണ്ട്. പിന്നെ തിന്ന് കാണിക്കുന്ന പരിപാടി. അപ്പോൾ തിന്ന് കാണിക്കുന്നത് ഞങ്ങളുടെ ടെസ്റ്റർ കണ്ണപ്പനാണ്. വാരിക്കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ ഫുൾ ബിരിയാണി ഒന്ന് കൈയെടുത്ത് വാരി അവൻ കഴിച്ചു കിട്ടോ നന്നായിട്ട് ബിരിയാണി. ചെമ്മീനും അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.